ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പാത്തോസ് ലിറ്റിൽ വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സേമിയ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1 കപ്പ് സേമിയുണ്ട്, റോസ്റ്റ് ചെയ്ത സേമിയാണ്. പിന്നെ ഇതാ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിതാ ഒരു കൈപ്പിടി അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. നല്ല മിനുസം പോലെ പൊടിച്ചെടുക്കാൻ പാടില്ല, തെരിതെരിപ്പോടെ ഒന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ. പിന്നെ ഇതാ ഞാൻ മിൽക്ക് മെയ്ഡാണ് പിന്നെ വേണ്ടത്. ഇങ്ങക്ക് സേമിയത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചെടുക്കാം. നമ്മൾ എത്രയാക്കുന്നത് അതുപോലെയാണ് സേമിയ എടുക്കേണ്ടത്. പിന്നെ ഇതാ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നല്ല നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല നെയ്യ് തന്നെ വേണം, ഇതിൻ്റെ ടേസ്റ്റ് ഈ നെയ്യ് തന്നെയാണ്. പിന്നെ അതിലേക്ക് ഇതാ റോസ്റ്റ് ചെയ്ത് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ റോസ്റ്റ് ചെയ്യാത്ത സേമിയ ആണെങ്കിലും അത് ഇതിൽ ഇടുമ്പോൾ തന്നെ ഓൾറെഡി റോസ്റ്റായി കിട്ടും. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് റെസിപ്പി വീഡിയോ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇതാ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്കിത് ഉണ്ട പിടിക്കേണ്ടതെന്ന്, അപ്പോൾ ആ രീതിയിലാണ് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുക്കേണ്ടത്. നമുക്കിത് ഉണ്ട പിടിക്കാൻ കഴിയണം. അപ്പോൾ നമുക്കത് ഒഴിക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും എത്ര മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കണം എന്നുള്ളത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പാത്രം കാലിയാകുന്ന വിധം അറിയില്ല. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വലിയവർക്കും. ഇത് കഴിക്കാത്ത കുട്ടികൾ വരെ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് കഴിച്ചു പോകും. അപ്പം ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതെന്തായാലും ഉണ്ടാക്കി നോക്കണം. അണ്ടിപ്പരിപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ഇനി പൊടിച്ചെടുക്കുന്നില്ലെങ്കിൽ കൈകൊണ്ട് ചെറുങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. ഇതൊരു കടിക്കുന്ന രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. പിന്നെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും നട്ട്സ് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കുക, ബദാം അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക, ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് കുറവാണ്, കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ചെറിയ ടിന്ന് മിൽക്ക് മെയ്ഡ് തന്നെ ഫുള്ളായി ഇതിലേക്ക്. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അതുപോലെ തന്നെ നമുക്ക് ഈവനിങ് ചായയുടെ കൂടെ വേണമെങ്കിൽ ഇത് കഴിക്കാം. അതുപോലെ തന്നെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തും കഴിക്കാം. എങ്ങനെ കഴിച്ചാലും അടിപൊളിയാണ്. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു അടപ്പാണ്. ഏതെങ്കിലും ഒരു അടപ്പ് മതി, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വേറെ ഏതെങ്കിലും ഷേപ്പ് തോന്നും, അങ്ങനെ ആക്കിയെടുക്കുക. ഇതിപ്പോൾ ഞാനിതാ ഒരു അടപ്പാണ് എടുത്തിട്ടുള്ളത്, ഒരു കുപ്പീൻ്റെ അടപ്പാണ്. അടപ്പിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടാകുമ്പം ഒന്ന് കയ്യിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, ആ ഷേപ്പിൽ കിട്ടും. അതുപോലെ നമ്മൾ കൈയോട് പരത്തി കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെ ആക്കിയാലും മതി. നമുക്ക് ഇതിപ്പം ഒരു വെറൈറ്റി ആയി. ഇത് ചെറു ചൂടോടെ തന്നെ ആക്കിയെടുക്കണം. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ച ഒരു ലെവലിൽ കിട്ടൂല. അപ്പോൾ ഇതെല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. ഇത്ര പോരാന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബായ്.